ഇന്നൊരു പനീറിൻ്റെ കറി ഉണ്ടാക്കാം. രാവിലെ ഓഫീസിൽ പോകുന്നവർക്കും സ്കൂളിലെ കുട്ടികൾക്ക് ലഞ്ചിനും എല്ലാം ഉപയോഗിക്കാം. എളുപ്പവഴി. 250 ഗ്രാം പനീറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് 250 ഗ്രാം പനീർ. അല്പം വെള്ളം ഒഴിച്ച് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചേക്കുക. പിന്നെ അതിന് വേണ്ടത് വലിയ 2 സവാള, 3 തക്കാളി, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ 10-20 കാഷ്യൂനട്ട്. ഇതെല്ലാം കൂടെ ഉള്ളിയും ചെറുതായിട്ട് അരിയണം. ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഞാൻ റെഡിയാക്കി കൊണ്ടുവരാം. പൊടികൾ ആകെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല മാത്രം മതി. അത് ഞാൻ ചേർക്കുമ്പോൾ പറയാം. ഉണ്ടാക്കുന്ന സമയത്ത് പൊടികൾ ഇടും. ആ സമയത്ത് ഞാൻ പറയാം പൊടികൾ എത്ര വെച്ച് വേണം എന്നുള്ളത്. ഇതെല്ലാം ഞാനൊന്ന് അരിഞ്ഞ് കൊണ്ടുവരട്ടെ വൃത്തിയായിട്ട്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തക്കാളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ച് 250 ഗ്രാം പനീറാണ് ഉണ്ടാക്കുന്നത്. 250. ഒരു കടായി അടുപ്പത്ത് വെച്ച് ഇനി അതൊന്ന് ചൂടാകട്ടെ. ചൂടായതിന് ശേഷം ബട്ടറും നെയ്യുമാണ് ഇടേണ്ടത്. ചീനിച്ചട്ടി ചൂടായി. ചീനിച്ചട്ടിയിൽ ഇത് ബട്ടറും നെയ്യും രണ്ടും ഉപയോഗിച്ചുണ്ടാക്കാം. ഞാൻ രണ്ടും കൂടെ ബട്ടർ മാത്രമായിട്ട് ഉപയോഗിക്കാം, നെയ്യും ഇടാം. ഞാൻ ബട്ടർ ഇടുന്നുണ്ട് കുറച്ച്. അതിൻ്റെ കൂടെ ഒരു വലിയ സ്പൂൺ നിറച്ച് നെയ്യും. നിങ്ങൾക്ക് ബട്ടർ മാത്രം ഇഷ്ടമാണെങ്കിൽ ബട്ടർ മാത്രം ഇട്ടുണ്ടാക്കിയാൽ മതി. ഈ സ്പൂണിലാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചൂടാവട്ടെ. അതൊന്ന് ചൂടായി. അതിലേക്ക് ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ 15-20 കശുവണ്ടി. ഇനി അതെല്ലാം ഇന്ന് നല്ലോണം ഒന്ന് വഴണ്ട് അതൊന്ന് ബ്രൗൺ കളറാവണം. ഉള്ളി, കുറച്ച് ഉപ്പ് ആദ്യം കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം ഇടാം എത്ര വേണമെന്നനുസരിച്ച്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കാൻ. ഒരുപാട് കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും. നല്ലോണം ഒന്ന് ഇളക്കി ഇനി അത് നിന്നിരുന്ന് വഴടട്ടെ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് നല്ലോണം ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രമേ ഇതിനകത്ത് മസാലകൾ ഇടൂ. മസാലകൾ ഇടുമ്പോൾ ഞാൻ പറയാം എത്രയാണ് അളവ് വേണ്ടതെന്ന്. ഉള്ളി നല്ലതുപോലെ വഴഞ്ഞ് ഒന്ന് ബ്രൗൺ കളറായി. ഇനി ഇതിന് മുളക് പൊടി ചെയ്യാം. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. വേണ്ടേ ഈ സ്പൂൺ, ഒത്തിരി വലുപ്പമില്ല, 1 സ്പൂണ്. പിന്നെ ഒരു 1/4 സ്പൂൺ അല്ല, അതിന് കുറച്ചുകൂടെ ഉണ്ട്. ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം ചെറുതാ. അതിനകത്ത് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നല്ലതുപോലെ ഇതിന്റെ പച്ചമണം ഒന്ന് മാറട്ടെ. കുറഞ്ഞ തീയിൽ വേണം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ഗ്യാസിന്റെ ഫ്ലെയിം കുറച്ച് വെക്കണം. കുറഞ്ഞ തീയിൽ വേണം ഇതുണ്ടാകാൻ. കശ്മീരി മുളക് ആയതുകൊണ്ടാണ് ഇത്രയും നല്ല കളറ്. എരിവുള്ള മുളകാകുമ്പോൾ ഇത്രയും കളർ വരത്തില്ല. ഇതിന്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ തക്കാളിക്ക് ഇടണം. അരിഞ്ഞു വെച്ചേക്കുന്ന 3 തക്കാളി. 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റിന് പച്ചമണം ഒന്ന് പോകും. ഇതിലേക്ക് അരിഞ്ഞു വെച്ച 3 തക്കാളി. അതിന്
തക്കാളിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ശകല ഉപ്പുണ്ട്. തക്കാളിക്ക് ഒന്ന് അലിയാൻ നല്ലതാണ്. ആദ്യം നോക്കിയിട്ടിടണം ഉപ്പ്. ഞാനൊരു ശകല ഉപ്പൂടെ ഇടുന്നത്, അധികം ഇടുന്നില്ല, കുറച്ച്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇടാം. തക്കാളിക്ക് ഒന്ന് നല്ലോണം ഒന്ന് വഴലട്ട് അത് നല്ലോണം ഒന്ന് തക്കാളിക്ക് നല്ലതുപോലെ ഒന്ന് വേകണം. അതവിടെ നിന്ന് വേകട്ടെ. അതൊന്ന് അടച്ചു വെക്കണം. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് വേവുമായിരിക്കും. 10 മിനിറ്റ് നോക്കാം എത്ര സമയം എടുക്കുമെന്ന്. അതവിടെ നിന്ന് നല്ലതുപോലെ ഒന്ന് അലിയട്ടെ. വെന്തൊന്ന് അലിഞ്ഞ് തക്കാളിക്ക് ആ അലിഞ്ഞ് കഴിയുമ്പം ഇതെടുത്ത് തണുത്തിട്ട് ഒന്ന് അരയ്ക്കണം മിക്സി. തക്കാളിക്കെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 3 പ്രാവശ്യം വന്ന് ഇളക്കാറുണ്ട്. 3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇത് അടി പിടിക്കും. ഞാൻ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഇത് ശരിയായി. ഇനി ഇത് ഓഫ് ചെയ്താൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കണം. തണുത്തിട്ട് ഇത് നല്ലതുപോലെ അരച്ച് ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. തണുത്തിട്ടേ മിക്സിയിലിട്ട് അരയ്ക്കാവും. ചൂടോടെ അരയ്ക്കരുത്, മിക്സിക്ക് കുഴപ്പമുണ്ടാവും. ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണമെങ്കിൽ കറിക്ക് നല്ല രുചി കാണും. നല്ലതുപോലെ എല്ലാം അരയണം. കടായി വീണ്ടും അടപ്പയിൽ വെച്ചതും ചൂടായി. അതിലേക്ക് കുറച്ച് ബട്ടർ, അതൊന്ന് ഉരുകട്ടെ. ബട്ടർ ഒന്ന് ഉരുകട്ടെ. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഗ്രേവിക്ക് വേണ്ടി അല്പം ചൂടുവെള്ളം അതിനകത്ത് ഒഴിക്കാം. തണുത്ത വെള്ളം ഇനി ഒഴിക്കരുത്. ഞാനിവിടെ തിളപ്പിച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം ഒഴിച്ച് വേണം ഇതുണ്ടാക്കാൻ. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പച്ചച്ചവ വരും കറിക്ക്. നല്ലതുപോലെ തിളക്കട്ടെ. തീ കുറച്ച് വെച്ചേക്കുവാണ്. ഞാൻ ഒത്തിരി കൂട്ടി വെച്ചിട്ടില്ല. മീഡിയം ഫ്ലെയിമാണ്. നല്ല കുറുകിയ ഗ്രേവി. അതിന് അല്പം കൂടെ വെള്ളം ഒഴിക്കും. ഇത് അരച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ പക്ഷെ അരിച്ചില്ല കേട്ടോ. ഇതിനകത്ത് തരിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അരച്ചിങ്ങെടുത്ത് ഡയറക്റ്റ് ഇങ്ങെടുത്തു. ഇതൊന്ന് പച്ചമണം മാറിയിട്ട് പനീർ ഇതിലേക്ക് ഇടാം. തരക്കും. ഇതിലേക്ക് പനീർ ആഡ് ചെയ്യും. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഇവിടെ നിന്ന് വേകട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. എന്നിട്ട് അതിന് ശേഷം അല്പം ഗരം മസാല, കസൂരി മേത്തി ആൻഡ് ഫ്രഷ് ക്രീം, ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് അടച്ച് അവിടെ നിന്ന് വേകട്ടെ. കറി ഇതേ നല്ലതുപോലെ റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ല, ഒരു അര ടീസ്പൂൺ ഗരം മസാല. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാലയാണ്, വീട്ടിൽ പൊടിച്ചെടുത്തത്. അതിൻ്റെ ഒപ്പം കസൂരി മേത്തി. കസൂരി മേത്തി എന്ന് പറയുന്ന സാധനം ഉലുവയുടെ എല്ലാം ഉണങ്ങിയത്. അതൊന്ന് ക്രഷ് ചെയ്തിടണേ. ചെറുതായിട്ടൊന്ന് ചൂടാക്കി ക്രഷ് ചെയ്തിടുമ്പോൾ നല്ല
ഞാനത് ചെറുതായിട്ട് ചൂടാക്കുമ്പോൾ സൂക്ഷിക്കണം, നല്ലത് കരിഞ്ഞു പോകും പെട്ടെന്ന്. ഞാനിവിടെ വെള്ളം കുടിക്കാനുള്ള വെള്ളം ചൂടാക്കും, അതിൻ്റെ മുകളിൽ പാത്രത്തിൻ്റെ മുകളിലോട്ട് വെക്കും, അന്നേരം നല്ലോണം ചൂടാക്കും. ഈ കറി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു മധുരത്തിൻ്റെ ഇതുണ്ട്, അല്പം മല്ലിയില. ആ മധുരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അല്പം ഹണിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒന്നുകൂടി ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഉണ്ടോ നോക്കട്ടെ. ഇതിന് ഉപ്പും എല്ലാം നല്ല രീതിയിലുണ്ട്, മസാലയെല്ലാം നല്ലോണമായി. ഇനി ഇതിൽ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് കറി അങ്ങ് വാങ്ങിയാൽ മതി. ഇത്രയേ ഉള്ളൂ പനീർ, ബട്ടർ പനീർ ഉണ്ടാക്കാൻ. ബട്ടർ പനീർന്നോ ഷായ് പനീർന്നോ എന്തുകൊണ്ടും പറയും. നല്ല രുചി, എല്ലാവർക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും പിള്ളേർക്കും എല്ലാം. ഞാനിനി ഇത് പാത്രത്തിലോട്ട് മാറ്റട്ടെ, എന്നിട്ട് ഫ്രഷ് ക്രീം കൂടി ഒഴിക്കണം. ഞാനിത് പാത്രത്തിലോട്ട് മാറ്റി ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിക്കാം. ഇത്രയേ ഉള്ളൂ ബട്ടർ പനീർ ഉണ്ടാക്കാൻ. എളുപ്പമാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.